അങ്ങനെ ബിഗ് ബോസ് വീട്ടിലെ സ്വച്ഛാധിപതികൾ അവരുടെ ഭരണം തുടങ്ങുകയാണ്. നെവിൻ തന്നെയാണ് കുറച്ചു കൂടുതലായിട്ട് തന്നെ അധികാരങ്ങൾ ഉപയോഗിക്കുന്നത്. നെവിനൊപ്പം തന്നെ മന്ത്രി എന്നോ അസിസ്റ്റന്റ് എന്നൊക്കെ വിളിക്കാവുന്ന നമ്മുടെ അനീഷും കൂടെ തന്നെയുണ്ട്. ബിഗ് ബോസ് കൊടുത്ത അടിമകളിൽ 7 അടിമകളിൽ ഒരാൾ അനീഷാണ്. സോ നെവിന് പഴം വേണമെന്ന് പറഞ്ഞാൽ പഴം എടുത്തുകൊണ്ട് കൊടുക്കും, അതും തീറ്റിച്ചു കൊടുക്കും, എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും. അതായത് നെവിൻ പറയുന്നതൊക്കെ തന്നെയും അനുസരിക്കുന്ന ഒരു അടിമയെ പോലെ തന്നെയാണ് നമ്മുടെ അനീഷ്. നെവിന് പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ അനീഷ് അനുസരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ അനീഷ് അങ്ങനെ വെറുതെ ഒന്നും വിടുന്നില്ല നെവിനെ. അതായത് അവസരം കിട്ടുന്ന സമയത്തൊക്കെ തന്നെയും ഡബിൾ മീനിങ് വെച്ച് നല്ലതുപോലെ കൊടുക്കുന്നുണ്ട് നെവിന്. നമ്മുടെ ജിസേലിന്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ജിസേൽ അധികാരമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അത് വളരെ പരിമിതമാണ്. കുറച്ച് കൂടുതൽ അധികാരങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു സ്വച്ഛാധിപതിയെ പോലെ പെരുമാറുന്ന ഒരാൾ നിലവിലുള്ളത് നമ്മുടെ നെവിൻ തന്നെ ആയിരിക്കും. നെവിൻ വളരെ രസകരമായ രീതിയിൽ തന്നെ തന്റെ അധികാരങ്ങൾ വിനിയോഗിക്കുന്നുണ്ട്. മികച്ചൊരു ഭരണാധികാരിയായി തന്നെ മുന്നേറാൻ നമ്മുടെ നെവിന് സാധിക്കട്ടെ എന്ന് തന്നെ പറയാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.